ആപ്പിൾ പ്രൊഡക്റ്റുകൾ മേടിക്കുക എന്നുള്ളത് ഇപ്പോഴും പല ആൾക്കാർക്കും ഒരു ഡ്രീമാണ്. വേറൊന്നും കൊണ്ടല്ല, ആപ്പിൾ പ്രൊഡക്റ്റുകളുടെ വില തന്നെയാണ് ഏറ്റവും വലിയ കാരണം. സോ നിങ്ങളുടെ കയ്യിൽ ഒറ്റയടിക്ക് 1 ലക്ഷം രൂപ എടുത്തു കൊടുത്ത് ഐഫോൺ മേടിക്കാനില്ല എങ്കിൽ പല ആൾക്കാരും പോകുന്നത് EMI സ്കീമിലേക്കാണ്. പക്ഷേ EMI സ്കീമിന് കുറേയധികം എലിജിബിലിറ്റീസ് ഉണ്ട്. എല്ലാവർക്കും ഒന്നും വെറുതെ EMIയിൽ ഫോൺ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് എനിക്കൊരു ഐഫോൺ വേണം, പക്ഷേ എനിക്ക് മേടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലിരിക്കുവാണ്. എന്നാൽ ആപ്പിൾ ഒരു പുതിയ പരിപാടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവാണ്, ആപ്പിൾ ഹാർഡ്വെയർ സബ്സ്ക്രിപ്ഷൻ സർവീസ്. വേറൊന്നുമല്ല, നമുക്ക് നിസ്സാരമായിട്ട് മാസത്തവണകളിൽ കാശടച്ച് നമ്മൾക്ക് ഐഫോണും ഐപാഡും മേടിക്കാനായിട്ട് സാധിക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തന്നെയല്ലേ EMI എന്ന് തോന്നുമെങ്കിലും ആക്ച്വലി അതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടൊരു പ്ലാനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതുവരെ നമ്മൾക്ക് ഈ ഒരു പ്ലാനിനെ കുറിച്ച് എന്തൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വീഡിയോ ഇട്ടിട്ട് നമുക്ക് കാണാം. സോ നിങ്ങൾക്കറിയാലോ, ഓൾറെഡി ആപ്പിളിൻ്റെ കുറേയധികം സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ അവൈലബിൾ ആണ്. ഉദാഹരണത്തിന് ആപ്പിളിൻ്റെ ഫിറ്റ്നസ് പ്ലസ്, അതേപോലെ ആപ്പിൾ TV പ്ലസ്, ആപ്പിൾ മ്യൂസിക്, ആപ്പിൾ ന്യൂസ് പ്ലസ്, അതേപോലെ എല്ലാം കൂടി ചേർന്ന് ഉൾപ്പെടുന്ന ആപ്പിൾ വൺ എന്നിങ്ങനത്തെ സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകൾ നമുക്ക് മാസത്തവണകളിൽ പൈസ അടച്ച് ഈ ഒരു സബ്സ്ക്രിപ്ഷൻസ് എല്ലാം നമ്മളിപ്പോൾ സ്പോട്ടിഫൈ അല്ലെങ്കിൽ യൂട്യൂബ് പ്രീമിയം ഇതൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ഇതും നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ സർവീസുകളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു ആപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ആപ്പിൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവരിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരുകൾ മാത്രമേ ഈ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളെല്ലാം എടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനാണ് ആപ്പിൾ കെയർ പ്ലസ്. സോ ആപ്പിൾ കെയർ പ്ലസ്സിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഫോൺ അപ്ഗ്രേഡ് പ്ലാൻ എന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു 24 മാസത്തേക്ക് ഇതേപോലെ ഐഫോണിന് നിങ്ങൾ മാസാമാസം പൈസ കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ 12 മാസത്തിൻ്റെ പേയ്മെൻറ്റ് അടച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടി ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആപ്പിൾ ഒരു ഹാർഡ്വെയർ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഈ ഒരു ഹാർഡ്വെയർ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ട ഒരു ഐഫോൺ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു. അത് ഏത് ഐഫോണും ആയിക്കോട്ടെ, ആ ഒരു ഐഫോണിൻ്റെ ആക്ച്വൽ തുകയെ 12 അല്ലെങ്കിൽ 24 മാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപയുടെ ഐഫോണാണ് മേടിക്കാൻ പോകുന്നത്. സോ 24 മാസം കൊണ്ടാണ് നിങ്ങൾ പൈസ അടച്ച് തീർക്കുന്നതെങ്കിൽ ഏകദേശം മാസം ഒരു 4100 രൂപ അടക്കമാണ് വരുന്നത്. സോ നോർമലി നിങ്ങൾ 24 മാസത്തേക്കൊക്കെ ഒരു ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് EMI എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയ ഇൻട്രസ്റ്റ് ചാർജ് ആകും. അതായത് 1 ലക്ഷത്തിൻ്റെ ഡിവൈസാണ് മേടിക്കുന്നതെങ്കിൽ ഏകദേശം 14% ഇൻട്രസ്റ്റ് വരാറുണ്ട്. അപ്പോൾ ഏകദേശം 1,20,000 രൂപയോളം നിങ്ങൾ അടച്ചു തീരുമ്പോൾ അത്രത്തോളം അടച്ചു തീർക്കേണ്ടി വരുന്നുണ്ട്. സോ ഇവിടെ ആപ്പിൾ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇൻട്രസ്റ്റ് ഫ്രീ മാത്രമല്ല, പിന്നീട് ഒരു പുതിയ ഐഫോണോ ഐപാഡോ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫോണോ ഐപാഡോ എക്സ്ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനൊരു ഫീച്ചറും കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇവിടെ കുറേയധികം കാര്യങ്ങളുണ്ട്. സോ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആപ്പിളിന് കുറേയധികം സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുണ്ട്. എന്നാൽ ഐഫോൺ മേടിക്കുന്ന എല്ലാവരും ഈ ഒരു പ്ലാനുകൾ എടുക്കുന്നില്ല. സോ ആദ്യം ആൾക്കാരുടെ കയ്യിൽ ഐഫോൺ എത്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാൻ വിൽക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ വെറുതെ ഒരാളുടെ കയ്യിൽ ഫ്രീ ആയിട്ട് അപ്ഫ്രണ്ട് അധികം പൈസ ഒന്നും കൊടുക്കാതെ മാസം ചെറിയ ചെറിയ തുക അടച്ച് ഒരു ഐഫോൺ ഉപയോഗിക്കൂ എന്ന് പറയുവാണെങ്കിൽ ആപ്പിൾ അത്രത്തോളം വലിയ ചാരിറ്റി ഒന്നും ആയിരിക്കില്ല. സോ ഇവർ ചെയ്യാൻ പോകുന്നത് ആപ്പിൾ വൺ എന്ന് പറഞ്ഞ പ്ലാൻ ഉണ്ട്. സോ ആപ്പിൾ വണ്ണിനകത്ത് നിങ്ങൾക്ക് ആപ്പിൾ ആർക്കേഡ്, അതേപോലെ ആപ്പിൾ TV പ്ലസ്, ആപ്പിൾ ന്യൂസ് പ്ലസ്, ആപ്പിൾ മ്യൂസിക് എന്നിങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബണ്ടിലായിട്ടാണ് വരുന്നത്. സോ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ഐഫോണിന് മാസം അടയ്ക്കേണ്ട തുകയുടെ കൂടെ കൂട്ടിയിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ എമൗണ്ട് ആയിട്ടായിരിക്കും നിങ്ങൾ അടയ്ക്കാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി ആപ്പിളിന് നിങ്ങളുടെ കയ്യിലേക്ക് നിസ്സാര തുകയ്ക്ക് ഐഫോൺ എത്തിക്കാനും പറ്റും, അതേപോലെ അവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളൊക്കെ വിൽക്കാനായിട്ടും പറ്റും. ഇനി ഇവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഭൂരിഭാഗം ആൾക്കാരും ഐഫോൺ എടുക്കുമ്പോൾ അവർ EMIയിലാണ് എടുക്കാറ്. അതായത് അവർ മുഴുവൻ പൈസ കൊടുത്തല്ല ഐഫോൺ മേടിക്കാറ്, മാസത്തവണകളിൽ അടയ്ക്കുന്ന EMI വഴിയാണ് എടുക്കുന്നത്. ഇനി ഈ EMI എന്ന് പറയുന്നത് ആപ്പിൾ ഡയറക്റ്റ് കൊടുക്കുന്നതല്ല, തേർഡ് പാർട്ടി ആയിട്ടുള്ള ബാങ്കുകൾ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ടുള്ള ലോൺ സർവീസുകളാണ് ഈ ഒരു EMI പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിളിന് ഇതേപോലെ ഒരു EMIയിൽ ഒരു ഡിവൈസ് വിൽക്കുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സർവീസിന് ഒരു ചെറിയ കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്നു. ആൻഡ് നമ്മൾ അടയ്ക്കുന്ന കാശിൻ്റെ കുറച്ച് ഭാഗം കമ്മീഷൻ അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇൻട്രസ്റ്റ് ഈ ഒരു തേർഡ് പാർട്ടി സർവീസിൻ്റെ കയ്യിലാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് അവിടെ കുറേയധികം നഷ്ടം ആപ്പിളിന് വരുന്നു. സോ ആപ്പിളിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഈ ഇടയിൽ കിടക്കുന്ന മിഡിൽ മാൻ, അഥവാ ഈ ഒരു EMI അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നവരെ എടുത്തങ്ങ് മാറ്റിക്കളയുക. അതായത് ഡയറക്റ്റ് ആപ്പിളും കസ്റ്റമറുമായിട്ട് ഈ ഒരു പരിപാടി നടത്തുക. അതിലൂടെ കസ്റ്റമർ വിചാരിക്കുമ്പോൾ ആപ്പിൾ ഡയറക്റ്റായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വരില്ല, ഇൻട്രസ്റ്റ് ഫ്രീ ആണ് എന്ന്. എന്നാൽ അതിലൂടെ ആപ്പിൾ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യും. ഇനി ഇതിലെല്ലാം ഉപരി വേറൊരു കാര്യം കൂടിയുണ്ട്. ആപ്പിളിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, ആപ്പിൾ കാർഡ് എന്നാണ് പേര്. ഈ ഒരു ആപ്പിൾ കാർഡ് ഇന്ത്യയിൽ ഇല്ലെങ്കിലും പുറം രാജ്യങ്ങളിലുണ്ട്. ആപ്പിൾ കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊരു ആപ്പിൾ പ്രൊഡക്റ്റും ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള EMIയിലൂടെ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു പരിപാടിയുണ്ട്. സോ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഇവർ ഈ ഒരു ആപ്പിൾ കാർഡ് ഇന്ത്യയിൽ കൊണ്ടുവരാനായിട്ടും ഈ ഒരു ആപ്പിൾ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഹാർഡ്വെയർ സബ്സ്ക്രിപ്ഷൻ പ്ലാനിലേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന്
ആപ്പിൾ സബ്സ്ക്രിപ്ഷനും ആപ്പിൾ ഹാർഡ്വെയർ സബ്സ്ക്രിപ്ഷൻ, ആപ്പിൾ കാർഡ്, ഇത് മൂന്നും കൂടി വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് നമുക്ക് തരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിക്കാനുള്ളൊരു ചെറിയ ടാക്ടിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ വർഷം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി വരാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നു. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇതുവരെ ആപ്പിൾ ഒഫീഷ്യലായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന ലീക്കുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നമുക്കൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ട് ഇതിൽ എത്ര കാര്യങ്ങളായിരിക്കും ആപ്പിൾ ഡയറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്, ഇനി ഇതിലുപരി വേറെ വല്ല ഹിഡൻ ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.